ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ചൈന CRT കിറ്റ് ആണ്. ബ്ലാങ്ക് സ്ക്രീൻ ആണ് പ്രോബ്ലം. ഓൺ ചെയ്ത് കാണിക്കാം. ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കുത്തി, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹീറ്ററിന്റെ ഗണ്ണ് കത്തുന്നുണ്ട്, പക്ഷേ സ്ക്രീൻ ബ്ലാങ്ക് ആണ്. അതാണ് കംപ്ലൈന്റ്. നമ്മൾ സ്ക്രീൻ കൂട്ടിയാലും സ്ക്രീനിൽ യാതൊരു റെസ്പോൺസും ഇല്ല, സ്ക്രീൻ ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എന്താ കംപ്ലൈന്റ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. മീറ്റർ DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. 112 വോൾട്ട് B+ ഉണ്ട്, ഓക്കെ ആണ്. അടുത്തത് വെർട്ടിക്കൽ സപ്ലൈ 28 വോൾട്ട്, ഓക്കെ ആണ്. അടുത്ത കൺട്രോൾ വോൾട്ടേജ് 12 വോൾട്ട് 11.5, ഓക്കെ. അടുത്ത ആഡിയോ 15 വോൾട്ട്, ഓക്കെ ആണ്. അടുത്ത നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് LOTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. 220 വോൾട്ട്. നമുക്ക് സ്ക്രീൻ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 63, 65 ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ വോൾട്ടേജ് വേരി ആവുന്നുണ്ട്. സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ക്രീൻ വോൾട്ടേജ് ഒക്കെ കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ ബേസ് ഒന്ന് മാറ്റിയിട്ട് നോക്കണം. കാര്യം ബേസ് കംപ്ലൈന്റ് വരാറുണ്ട്. അകത്ത് ക്ലാവായി പോവും. മഴക്കാലമൊക്കെ ആകുമ്പോൾ അത് കൂടുതൽ സംഭവിക്കും. ഈ ബേസ് കംപ്ലൈന്റും VHT ക്യാപ്പ് കംപ്ലൈന്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം ബെൽ ബട്ടണും അമർത്തണം. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. ഇതാണ് നമ്മുടെ ബേസ്. ഇത് ബ്രോഡ് നെക്ക് ഫ്ലവർ ടൈപ്പ് ബേസ് ആണ്. നമ്മൾ പുതിയൊരു ബേസ് എടുത്തിട്ടുണ്ട്. എല്ലാ ലെഗുകളും നമുക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് സോൾഡർ ചെയ്ത് വിടാം. എല്ലാ ലെഗുകളും നമ്മൾ പ്രോപ്പർ സോൾഡർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് എർത്താണ്, എർത്ത് ഇളക്കി ഇട്ടിരുന്നത്.
ഇനി നമുക്കൊന്ന് സെറ്റ് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ വന്നു. നമ്മുടെ ടി വി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.